ഹലോ, ഞാനിന്നൊരു സിമ്പിൾ എഗ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. നമ്മൾ തിരക്ക് പിടിച്ച ദിവസങ്ങൾ അല്ലെങ്കിൽ മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു റൈസാണ്. ലഞ്ചിനായാലും ഡിന്നറിനായാലും നമുക്ക് ഇത് ഉണ്ടാക്കാം. പിന്നെ സിമ്പിളാണെന്ന് കരുതി ടേസ്റ്റ് ഒന്നും കുറവില്ല കേട്ടോ. അപ്പോൾ ആദ്യം കടായിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക, പിന്നെ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് അതൊന്ന് മെൽറ്റായി വരണം. അപ്പോഴത്തേക്ക് നമുക്കൊന്ന് സവാള ചോപ്പ് ചെയ്ത് ഇട്ട് വഴറ്റാം. പിന്നെ അതൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് ചെറുതായിരുന്നു ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് വഴറ്റാം. പിന്നെ ഇതിൽ ഞാൻ ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊന്നും അധികം പറയുന്നില്ല. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി റൈസ് ആണോ വേണ്ടത് അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 5 പേർക്കുള്ള റൈസാണ് കേട്ടോ റെഡിയാക്കുന്നത്. പിന്നെ നമുക്ക് പിന്നെ അതിനുശേഷം നമുക്ക് പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുക്കാം. ഇനി ചെറുതായി അരിഞ്ഞാണെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് എളുപ്പത്തിന് എടുത്ത് മാറ്റാനാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ അതും കൂടെ ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഈ സമയം നിങ്ങൾക്ക് വെജിറ്റബിൾസും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു ടേസ്റ്റിന് ചെറുതായി അരിഞ്ഞ ക്യാരറ്റോ കാബേജോ ക്യാപ്സിക്കോ ഒക്കെ ആണെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എളുപ്പ പണിയായതുകൊണ്ട് അതിനൊന്നും പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഇനി ഇതൊരു മിനിറ്റ് ഒന്ന് മൂടി വെക്കണം. അപ്പോഴത്തേക്കും തക്കാളി വെന്ത് കിട്ടും. തക്കാളി വെന്തതിന് ശേഷം നമ്മൾ തവി കൊണ്ടൊന്ന് ഉടച്ച് മിക്സ് ആക്കി എടുക്കാം. ഇനി അതിന് ശേഷം നമുക്ക് മസാലകളൊക്കെ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ നിറച്ചൊന്ന് മല്ലിപ്പൊടി എടുക്കും കേട്ടോ. പിന്നെ ചിക്കൻ മസാലപ്പൊടി 1 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ഗരം മസാല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഗരം മസാലയാണെങ്കിൽ 1/4 ടീസ്പൂണേ ഇട്ട് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര ഒരു കുത്തൽ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് നല്ല ടേസ്റ്റ് കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ക്യൂബ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇടയ്ക്ക് മറന്നു പോയതാണ്. പിന്നെ ഇതിന് ശേഷം നിങ്ങളൊരു 5 മുട്ട ബീറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് 1 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുമ്പോൾ അതൊന്ന് ചെറുതായിട്ട് വെന്ത് തുടങ്ങുമ്പോൾ നമുക്ക് അത് ചിക്കി ഇളക്കിയെടുക്കാം. പിന്നെ അതിലോട്ട് നമുക്ക് മല്ലിയിലയും കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് വേവിച്ച റൈസ് ചേർക്കാം. ഇത് ഞാൻ ഉപ്പിട്ട് വേവിച്ച റൈസാണ്. ഇത് കൈമ റൈസാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബസുമതി റൈസോ അല്ലെങ്കിൽ പെട്ടെന്ന് വേവുന്ന പൊന്നി അരിയോ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ എളുപ്പ പണിയാണല്ലോ നോക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് വേവുന്ന റൈസാണെങ്കിൽ അത് നല്ലതായിരിക്കും. പിന്നെ നമുക്ക് ഇത് 1 മിനിറ്റ് ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്ത് 1 മിനിറ്റ് ഒന്ന് നമുക്ക് മൂടി വയ്ക്കാം, എല്ലാം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ വിളമ്പുമ്പോൾ നമുക്ക് പപ്പടവും അച്ചാറും കൂടി ഉണ്ടെങ്കിൽ നല്ല പൊളിയായിട്ട് കഴിക്കാം. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് കമൻറ്റിൽ അഭിപ്രായം അറിയിക്കണം. അപ്പോൾ ഓക്കെ, ബൈ.